ഹായ് ഫ്രണ്ട്സ്, ബൈത്തുൽ ഗാർഡനിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാരെയും സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ അഗ്ലോണിമ പ്ലാന്റ്സിനെ കുറിച്ചാണ്. അപ്പോൾ അഗ്ലോണിയം പ്ലാന്റ്സിൻ്റെ സെയിലൊക്കെ ഞാൻ തുടങ്ങിയിട്ടോ. അഗ്ലോണിയം പ്ലാന്റ്സ് എന്നല്ല, പ്ലാന്റ്സിൻ്റെ സെയിൽ തുടങ്ങിയിട്ടോ. എല്ലാ ചെടികളും ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർക്ക് നമ്മുടെ വാട്സപ്പ് നമ്പറിലോ അതല്ലെങ്കിൽ ഇൻസ്റ്റയിലോ നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അഗ്ലോണിയം പ്ലാന്റ്സിൻ്റെ വീഡിയോ ഇടാൻ കാരണം ഇപ്പോഴും പലർക്കും സംശയമാണ് ഇപ്പോൾ അതിൻ്റെ പോട്ടി മിക്സ്, അതിൻ്റെ ഫെർട്ടിലൈസർ കൊടുക്കണോ, അതെങ്ങനെ വളർത്തേണ്ടത്, ഷൈഡിലാണോ അല്ലെങ്കിൽ എങ്ങനെയാണോ എന്നൊക്കെയുള്ള പല 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 സംശയങ്ങളാണ് ഓരോരുത്തരും എനിക്ക് മെസ്സേജ് അയച്ചിട്ടും അത് തന്നെ എന്താ പറയുക നമുക്ക് കമൻ്റ് ഇട്ടിട്ടും കൂടിയൊക്കെ ചോദിക്കുന്നു കേട്ടോ. അപ്പോൾ അതിനുള്ളൊരു വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റാണ് അഗ്ലോണിമ. ഇപ്പോൾ നമുക്ക് ട്രെൻഡിങ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന പ്ലാന്റും കൂടിയാണ്. കാരണം ഒരുപാട് കളറിലത്, ഡിഫറൻസ് കളറിലത് അവൈലബിൾ ആണ് കേട്ടോ. നേഴ്സറിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ പല പല വീട്ടിലും ഇപ്പോൾ ഇൻഡോറിലായിട്ടും ഔട്ട്ഡോറിലൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇൻഡോറിൽ വെക്കുന്ന പ്ലാന്റ്സ് ആണെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്, കുറച്ച് വെളിച്ചം കിട്ടുന്ന ഏരിയയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ നല്ല അതിൻ്റെ കളറിങ് ഒക്കെ, ചെടിയുടെ ആ ലീഫിൻ്റെ കളറിങ് ഒക്കെ നമുക്ക് കിട്ടുള്ളൂ കേട്ടോ. വെളിച്ചം ഉള്ള സ്ഥലത്താണ് വെക്കേണ്ടത്. നമ്മൾ മുറ്റത്ത് വെക്കുന്ന ചെടിയാണെങ്കിൽ, അതായത് നമ്മൾ മുറ്റത്ത് വെക്കുമ്പോൾ അധികം ഡയറക്റ്റ് സൺലൈറ്റ് അടിക്കാത്ത സ്ഥലത്ത് വെക്കണം കേട്ടോ. കാരണം സൺലൈറ്റ് അടിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇലകളൊക്കെ കരിഞ്ഞു പോകും. അപ്പോൾ നമ്മൾ ഷെയ്ഡ് ലിവിങ് പ്ലാന്റ് ആണ്. അപ്പോൾ ഒരു ഷെയ്ഡിലാണ് നമ്മൾ വളർത്തേണ്ടത്. ഷെയ്ഡിൽ വെക്കുമ്പോഴും ചെറുതായിട്ടുള്ള വെളിച്ചം കിട്ടുന്ന ഏരിയയിൽ വെച്ച് കൊടുക്കണം കേട്ടോ. അതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. രണ്ടാമത് നമ്മൾ ചെയ്യേണ്ടത് വാട്ടറിങ് ആണ്. ഞാൻ എത്രയോ വീഡിയോയിൽ പറഞ്ഞതാണ്. ഇപ്പോൾ ഇതിൻ്റെ ഫെർട്ടിലൈസറൊക്കെ കാണിക്കുന്ന ഫെർട്ടിലൈസർ, അതായത് ഫെർട്ടിലൈസർ അല്ല, പോട്ടി മിക്സ് കാണിക്കുന്ന ഒരു വീഡിയോ ഞാൻ അടുത്ത് ചെയ്തിട്ടുണ്ട്. കാണാത്തൊരൊന്ന് കാണണം കേട്ടോ. അപ്പോൾ നമുക്ക് അതിൻ്റെ പിന്നെ വാട്ടറിങ് എന്ന് പറയുമ്പോൾ അതായത് നമ്മളിപ്പോൾ സൺലൈറ്റ് പറഞ്ഞു, വാട്ടറിങ് അധികം വെള്ളം ഒഴിച്ച് കൊടുക്കണ്ട കേട്ടോ. ഈ ചെടിക്ക് നമുക്ക് ആവശ്യത്തിന് മാത്രം, അതായത് നമ്മൾ പോട്ട് തൊട്ടിട്ട് അവിടെ നല്ല മണ്ണ് ഡ്രൈ ആണെന്ന് കണ്ടാൽ മാത്രം നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. അങ്ങനെ ചെയ്യുമ്പോഴാണ് നമ്മുടെ ചെടി നന്നായിട്ട് വളരുന്നത് കേട്ടോ. അപ്പോൾ അധികം സൺലൈറ്റും വേണ്ട, അധികം വെള്ളവും വേണ്ട കേട്ടോ. അപ്പോൾ വെള്ളം നമ്മൾ ആവശ്യത്തിന് മാത്രം ഒഴിച്ച് കൊടുത്താൽ മതി. അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. മൂന്നാമത്തെ ഇതിൻ്റെ ശരിക്കുള്ള നമുക്ക് അടിത്തറാണ് ആദ്യം നന്നാവേണ്ടി അല്ലേ. അപ്പോൾ അടിത്തറ എന്ന് പറയുമ്പോൾ നമ്മൾ അതിന് കൊടുക്കുന്ന പോട്ടി മിക്സ് ആണ്. നമ്മളിപ്പോൾ എല്ലാവരോടും പ്ലാന്റ്സ് ഒക്കെ വാങ്ങിയിട്ട് നശിച്ചു പോയി എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം നമ്മൾ നട്ടു കൊടുക്കുന്ന പോട്ടി മിക്സ് നല്ല കറക്റ്റ് പോട്ടി മിക്സ് ആണ് കേട്ടോ. അതായത് ശരിയായിട്ടുള്ള പോട്ടി മിക്സ് ആയാൽ മാത്രമേ നമ്മുടെ അഗ്ലോണിയം പ്ലാന്റ് നമുക്ക് വെയിറ്റ് കുറഞ്ഞ നല്ല ലൂസായിട്ടുള്ള പോട്ടി മിക്സാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് കേട്ടോ. നമ്മൾ ചെടിച്ചട്ടിയൊക്കെ പൊക്കിയെടുക്കുമ്പോൾ തീരെ വെയിറ്റ് ഉണ്ടാവരുത്. അതായത് ലൂസായിട്ടുള്ള നല്ലൊരു പോട്ടി മിക്സിലാണ് നമ്മൾ നട്ടു കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് മണലാണ്. മണലെന്ന് പറയുമ്പോൾ നമ്മളെ പൂയി മണലാണ്, അതായത് പുഴയിൽ നിന്ന് കിട്ടുന്ന മണൽ കിട്ടാത്തവർ എംസാന് കഴുകി ഉപയോഗിക്കട്ടോ. പിന്നെ അല്പം മണ്ണ്, പിന്നെ മണലെടുക്കുന്ന അതേ അളവിൽ നമ്മൾ ചകിരിച്ചോറ്, അതായത് കൊക്കോപ്പിറ്റ് എടുക്കണം. പിന്നെ നമ്മൾ പെർലൈറ്റ് എടുക്കണം അതേ അളവിൽ. പിന്നെ നമ്മൾ എടുക്കേണ്ടത് എന്താണ്, പെർലൈറ്റ് കഴിഞ്ഞാൽ നമ്മൾ ഉമി എടുക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു 15-10% നമുക്ക് ചാണകപ്പൊടിയും കൂടി ആഡ് ചെയ്യാം. അതിന് ശേഷം നമ്മുടെ ഫംഗിസൈഡ് ആയിട്ടുള്ള കുറച്ച് സാഫും കൂടി ആ ഒരു പോട്ടി മിക്സിൽ വിതറിയിട്ടിട്ട് നമുക്ക് കുറഞ്ഞ അളവിലിട്ടോ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്താൽ നമ്മുടെ കറക്റ്റ്, അതായത് അഗ്ലോണിയം പ്ലാന്റ്സിൻ്റെ കറക്റ്റ് പോട്ടി മിക്സ് റെഡി ആയിട്ടോ. അപ്പം മണ്ണ് ആവശ്യത്തിനുണ്ടെങ്കിൽ മതി, മണലില്ലെങ്കിൽ പ്രശ്നമില്ല. മണ്ണില്ലെങ്കിൽ പ്രശ്നമില്ല കേട്ടോ. മണൽ, ചകിരിച്ചോറ്, പെർലൈറ്റ്, ചാണകപ്പൊടി, ഉമി, കുറഞ്ഞ അളവ് സാഫ്. ഇനിയിപ്പോൾ അത് മണ്ണ് കൂട്ടണമെങ്കിൽ കുറഞ്ഞ മണ്ണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേപ്പിൻ പിണ്ണാക്കിൻ്റെ പൊടി ഉണ്ടെങ്കിൽ അത്, കടല പിണ്ണാക്കിൻ്റെ, അതൊക്കെ നമുക്ക് വളമായിട്ട് കൊടുക്കട്ടോ. അപ്പോൾ ഇതൊക്കെ ഇട്ടുള്ള നല്ലൊരു പോട്ടി മിക്സ് തയ്യാറാക്കിയാൽ മതി. നമ്മുടെ ചെടികളൊക്കെ ഒരുപാട് ബേബി പ്ലാന്റ് വരും കേട്ടോ. ഒരുപാട് ഇപ്പോൾ സെയിൽ നടത്തുന്നവർക്കൊക്കെ ഈസി ആയിട്ട് വളർത്തണമെങ്കിൽ നമുക്കിത് പിന്നെ എന്താ പറയുക, നമുക്കൊരു തൈകളൊക്കെ അടർത്തി മാറ്റുമ്പോൾ പെട്ടെന്ന് കിട്ടാനും എളുപ്പ വഴി എന്താണ്, ഈ ലൂസായിട്ടുള്ള പോട്ടി മിക്സാണ്. പിന്നെ പെർലൈറ്റ്, ഉമിയൊക്കെ നമ്മൾ ആഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ചെടി നന്നായിട്ട് വേരോടാനും വായുസഞ്ചാരം വർദ്ധിക്കാനും ഒക്കെ നല്ല ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ പെർലൈറ്റ്, ഉമിയൊക്കെ ആഡ് ചെയ്യുന്നത്.
മണൽ ഇനിയിപ്പോൾ മണലൊന്നും കിട്ടാത്തവരിൽ പെർലൈറ്റ്, മണ്ണ്, ഉമിയും മാത്രം മതി. ചാണകപ്പൊടി ഇട്ടിട്ട് നമുക്ക് പോട്ടി മിക്സ് തയ്യാറാക്കാം കേട്ടോ. ആ രീതിയിലാണ് നമ്മൾ പോട്ടി മിക്സ് തയ്യാറാക്കാൻ. പിന്നെ നമുക്കിതിന് രോഗങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഇതിൽ ഇലപ്പേൻ അല്ലെങ്കിൽ ഇലപ്പുള്ളി രോഗങ്ങൾ അങ്ങനെയുള്ള രോഗങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. ഇലപ്പേനൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത്, ഇലപ്പേനൊക്കെ വന്നിട്ടുള്ള വീഡിയോ ഒക്കെ ഞാൻ ചെയ്തതാണ്. അപ്പോൾ നമ്മൾ എത്രയേ ആഗ്രഹിച്ചിട്ട് നല്ല റേറ്റൊക്കെ കൊടുത്തിട്ടായിരിക്കും നമ്മൾ അഗ്ലോണിമ പ്ലാന്റ്സ് വാങ്ങാൻ. അതിനെന്തെങ്കിലും രോഗം വന്നിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മളെ വന്ന ചെടിക്കും അതിൻ്റെ തൊട്ടടുത്തുള്ള ചെടികൾക്കൊക്കെ പെട്ടെന്ന് പിടിക്കുന്ന അസുഖമാണ് ഇലപ്പേനോ ഇലപ്പുള്ളി രോഗങ്ങളൊക്കെ. അപ്പോൾ അത് മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് അങ്ങനെ വന്നിട്ടുള്ള ആ ഒരു ചെടിയെ നമ്മൾ നന്നായിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്യുക. അതായത് നമ്മൾ ബ്രഷോ സോപ്പ് ഉപയോഗിച്ച് നന്നായിട്ട് ഉരച്ചിട്ട് ഇലയും തണ്ടൊക്കെ നന്നായിട്ട് ഉരച്ച് കഴുകിയെടുക്കുക. കഴുകിയെടുത്തതിന് ശേഷം നമ്മൾ സാഫിൻ്റെ വെള്ളത്തിൽ ഒരു 5-10 മിനിറ്റ് ചെടി മൊത്തത്തിലൊന്ന് മുങ്ങുന്ന വിധത്തിൽ മുക്കി വെക്കുക. ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ട് അത് എടുത്തിട്ടൊന്ന് ഉണങ്ങിയതിന് ശേഷം നമുക്ക് നല്ല ആ ഒരു പോട്ടി മിക്സ് ഒന്നും നമ്മൾ എടുക്കുക, ചട്ടി വരെ നമ്മൾ എടുക്കാതെ വേറെ പുതിയ ചട്ടിയിലേക്ക് നല്ല പോട്ടി, ഞാൻ ഇപ്പോൾ പറഞ്ഞ പോലത്തെ പോട്ടി മിക്സിൽ ഈ ഒരു ചെടി നമുക്ക് നട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഏതെങ്കിലും ഒരു പെസ്റ്റിസൈഡ് അടിച്ചു കൊടുക്കുക കേട്ടോ. പെസ്റ്റിസൈഡ് ഏതെങ്കിലും നമുക്ക് ഓർഗാനിക് ആയാലും വേണ്ടിയില്ല, കെമിക്കലായാലും പെസ്റ്റിസൈഡ് നമുക്ക് അടിച്ചു കൊടുക്കാം. അപ്പോൾ ഓർഗാനിക് ആകുമ്പോൾ നമുക്ക് നീം ഓയിലൊക്കെ തണ്ടിലും പിന്നെ ഇലയിലും എല്ലാത്തിലും നമുക്ക് അടിച്ചു കൊടുക്കാം. അങ്ങനെ ഒരു മാസത്തോളം നമ്മളിത് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളെ ചെടി വീണ്ടും ഹെൽത്തി ആവും കേട്ടോ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ അഗ്ലോണിമ പ്ലാന്റ്സിന് ഒരു ഇത് വരാതെ നമുക്ക് ഇഷ്ടം പോലെ കാലം വളർത്തിയെടുക്കാൻ പറ്റും കേട്ടോ. നമുക്ക് അഗ്ലോണിമ പ്ലാന്റ്സ് നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ തന്നെ വീട്ടുമുറ്റം നല്ല കളർഫുൾ ആവും കേട്ടോ, നല്ല ഭംഗി ഉണ്ടാവും കാണാൻ. അതും ബുഷി പോട്ടൊക്കെ ആണെങ്കിൽ പറയുക വേണ്ട കേട്ടോ. നമുക്ക് ഒരു ബുഷി പോട്ട് ആക്കണം. പിന്നെ നമ്മൾ ഈ ലൂസായിട്ടുള്ള പോട്ടി മിക്സ് ആയിക്കൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ബേബി പ്ലാന്റ് വരും. പിന്നെ അഗ്ലോണിമ പ്ലാന്റ്സിന് ചെറിയൊരു പൂക്കൾ പോലെ ഉണ്ടാവും കേട്ടോ. നമുക്കിപ്പോൾ നമ്മൾ കലാത്തിയ പ്ലാന്റ്സിനൊക്കെ പൂക്കൾ വരും പോലെ അഗ്ലോണിമ, അപ്പോൾ അത് നമ്മൾ പെട്ടെന്ന് തന്നെ കുറച്ച് ഇതാകുമ്പോൾ തന്നെ നമ്മൾ എടുത്ത് കളഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ബേബി പ്ലാന്റ് അതൊരു മെച്ചൂനായിട്ടൊന്ന് കാണിക്കാൻ പറ്റും. ബേബി പ്ലാന്റ് ഒക്കെ വരാനായി എന്ന് കാണിക്കുന്ന ഇതാണ് ആ ഒരു പൂ ഉണ്ടാകുന്നത് കേട്ടോ. പൂവെന്ന് പറഞ്ഞുകൂടാ അങ്ങനെ ഉണ്ടാവുന്നത്. അപ്പോൾ അത് നമ്മൾ എടുത്ത് കളഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ബേബി പ്ലാന്റ് ഉണ്ടാവാനൊക്കെ ചെയ്യും. പിന്നെ അതിന് കൊടുക്കേണ്ട ഫെർട്ടിലൈസറാണ് കേട്ടോ. ഇനി അടുത്തത് നമ്മളിപ്പം പിന്നെ ലൈറ്റിങ് പറഞ്ഞു, വാട്ടറിങ് പറഞ്ഞു, പോട്ടി മിക്സ് പറഞ്ഞു. ഇനി നമുക്ക് നമ്മൾ രോഗങ്ങൾ വന്നാൽ കൊടുക്കേണ്ട ഫംഗിസൈഡ് അല്ല പെസ്റ്റിസൈഡും പറഞ്ഞു. ഫംഗിസൈഡ്, പെസ്റ്റിസൈഡ്. പിന്നെ നമ്മൾ കൊടുക്കേണ്ട ഇനിയിപ്പോൾ ഇതിന് വളം കൊടുക്കണം. വളം കൊടുക്കണമെങ്കിൽ നമ്മൾ അഗ്ലോണിയം പ്ലാന്റ്സിന് നമ്മൾ 15 ദിവസം കൂടുമ്പോൾ വളം കൊടുക്കണം കേട്ടോ. നമുക്ക് NPK 19, 19, 20, 20 അങ്ങനെയുള്ള NPK നമുക്ക് ഫെർട്ടിലൈസർ നമുക്ക് വെള്ളത്തിൽ കലക്കിയിട്ട് ഒഴിച്ചിട്ട് നമുക്ക് ഡൈലൂട്ട് ചെയ്യാം. ഒരു 5 ഗ്രാം എടുത്തിട്ട് 1 ലിറ്റർ വെള്ളത്തിൽ നന്നായിട്ട് ഡൈലൂട്ട് ചെയ്തിട്ട് ഇലയിലും തണ്ടിലൊക്കെ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ലതാണ്. അതുകൂടാതെ നമുക്ക് കൊടുക്കുക ബാസാക്കോട്ട ഫെർട്ടിലൈസർ നമുക്ക് ചട്ടിയിൽ ഇട്ട് കൊടുക്കുക. ബാസാക്കോട്ട ഫെർട്ടിലൈസർ ചെടിയുടെ വലുപ്പത്തിനും ചെടിയുടെ ചട്ടിയുടെ വലുപ്പത്തിനനുസരിച്ച് നമ്മൾ കൊടുക്കേണ്ടത്. കുഞ്ഞു ചട്ടിയിൽ കുഞ്ഞു ചെടിയാണെങ്കിൽ അതിന് കുറഞ്ഞ അളവിൽ 4-3 തരി മതി. അല്ലെങ്കിൽ വലിയ ചെടിയാണെങ്കിൽ നമുക്കതിന് ഒരു 10-15 ബോൾ, ഒരു പച്ച ബോൾ പോലെ ആയിട്ടാണ് ബാസാക്കോട്ട ഫെർട്ടിലൈസറിന് അത് ഇട്ട് കൊടുക്കുക. അതുകൂടാതെ നമുക്ക് മുട്ടത്തോട് പൊടിച്ച പൊടി, കോഴിമുട്ടൻ്റെ തോട് ഉണക്കിയിട്ട് നമ്മൾ ഓംലേറ്റ് അടിക്കുന്ന കോഴിമുട്ടൻ്റെ തോട് നന്നായിട്ട് ഉണക്കിയിട്ട് മിക്സിയിൽ പൊടിച്ചെടുത്തിട്ട് അത് നമുക്ക് അതിൻ്റെ ചട്ടിയിലെ മണ്ണൊന്ന് ഇളക്കി മാറ്റിയിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാൻ പറ്റുന്നതാണ്. പിന്നെ നമുക്ക് ചാണകപ്പൊടി ഇട്ട് കൊടുക്കുക. നമുക്ക് പിന്നെ എന്താ പറയുക വേപ്പിൻ പിണ്ണാക്കിൻ്റെ പൊടി അങ്ങനെയുള്ള ഇതൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. നമുക്ക് അങ്ങനെയുള്ള ഞാൻ നോവാടെക് ഇടാറുണ്ട്, പിന്നെ ബോൺ 19 ഇങ്ങനെയുള്ള വളങ്ങളൊക്കെ കൊടുക്കാറുണ്ട് കേട്ടോ. നമുക്കത് കൊടുക്കാം. പിന്നെ DAP നമ്മൾ കൊടുക്കുന്നത് എന്തിനാണ്? പൂക്കളുള്ള ചെടികൾക്കാണല്ലോ DAP കൊടുക്കുന്നത്. അപ്പോൾ DAP നമുക്ക് ഇതിന് കൊടുക്കണ്ട. ഇങ്ങനെയുള്ള വളങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ഉണ്ടാവും കേട്ടോ. മഴക്കാലത്ത് കഴിയുന്നതും നമ്മുടെ ഓർഗാനിക് വളങ്ങൾ കെമിക്കൽ വളങ്ങളായിട്ടുള്ള NPK അല്ലെങ്കിൽ ബാസാക്കോട്ട ഫെർട്ടിലൈസർ അങ്ങനെയുള്ള വളങ്ങൾ കൊടുക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. ഞാൻ എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അങ്ങനെ കൊടുക്കുമ്പോഴാണ് എനിക്ക് നല്ല ചെടി ഹെൽത്തി ആവുന്നത്. ചാണകപ്പൊടി നമുക്ക് വേനൽക്കാലത്ത് പോട്ടി മിക്സിൽ നമ്മൾ എന്തായാലും ചാണകപ്പൊടി ആഡ് ചെയ്യുന്നുള്ളത് കൊണ്ട് തന്നെ ചാണകപ്പൊടി പിന്നെ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ബാസാക്കോട്ട ഫെർട്ടിലൈസർ തന്നെ ഒരു പ്രാവശ്യം ഇട്ടിന് 5 മാസത്തേക്ക് വേണ്ടെന്നാണ് പറയുന്നത്. എങ്കിലും ഞാൻ 2 മാസമൊക്കെ ആകുമ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ വളം കൊടുക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ കൊടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചെടി നല്ല ഹെൽത്തി ആയിട്ട് നന്നായിട്ട് വളരും കേട്ടോ. അപ്പോൾ ഇവിടെ ഈ അഗ്ലോണിമ പ്ലാന്റ്സിൻ്റെ തൈകളാണ് കൊടുക്കുന്നത്. ബുഷി പോട്ട് വേണ്ടവർക്ക് ബുഷി പോട്ട് കൊടുക്കും. ബുഷി പോട്ട് കൊടുക്കുമ്പോൾ നമുക്ക് കുറച്ച് റേറ്റ് കൂടും. പിന്നെ തൈകളാകുമ്പോൾ നമ്മൾ പോട്ടോട് കൂടിയിട്ടാണ് തൈകൾ നമ്മൾ എത്തിക്കുന്നത്, കൊറിയർ അയക്കുന്നത്. അപ്പോൾ DTCC കൊറിയർ വഴിയാണ് നമ്മൾ പ്ലാന്റ്സൊക്കെ കൊടുക്കുന്നത്. പിന്നെ അതല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസ് വഴി നമ്മൾ കൊടുക്കും കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മൾ ചെടികളൊക്കെ എത്തിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറിലോ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ ഇൻസ്റ്റയിലോ നമ്മൾ പറഞ്ഞാൽ മതി. അതുകൂടാതെ ഇതിനുള്ള പെസ്റ്റിസൈഡ് ആയിട്ടുള്ള നീം ഓയിൽ, അതുപോലെ തന്നെ
ഫംഗിസൈഡായിട്ടുള്ള സാഫ്, അതുപോലെ തന്നെ പെർലൈറ്റ്, അതുപോലെ തന്നെ പിന്നെ എന്താ പറയുക ബാസാക്കോട്ട ഫെർട്ടിലൈസർ, NPK ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കൊടുക്കാം കേട്ടോ. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാനിവിടെ നാളെ മുതൽ കൊടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അതും ചെടികൾ വാങ്ങുന്നവർക്ക് ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളെ നിങ്ങൾക്ക് അവിടെ എത്തിക്കുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മുടെ ചെടി നല്ല രീതിയിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ചെടികൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. പിന്നെ ഇതിൻ്റെ പ്രൊപ്പഗേഷൻ മെത്തേഡും കൂടി ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇതൊരു ഫുൾ ഡീറ്റെയിൽ വീഡിയോ ആണ് കേട്ടോ. അഗ്ലോണിയം പ്ലാന്റ്സിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ ആണ്. അപ്പോൾ പ്രൊപ്പഗേഷൻ മെത്തേഡ് എന്ന് പറയുമ്പോൾ നമുക്കിതിൻ്റെ തൈകൾ അടർത്തി മാറ്റിയിട്ട് നമുക്കിത് പ്രൊപ്പഗേഷൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഓരോരോ തൈകൾ ഇപ്പോൾ ഒരു ചട്ടിയിൽ തന്നെ 8 10 തൈകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അടർത്തി മാറ്റിയിട്ട് ഓരോ തൈകളാക്കിയിട്ട് നമുക്ക് ചട്ടിയിൽ വെച്ച് കൊടുക്കാം. അതുകൂടാതെ നമുക്കിതിൻ്റെ നോഡ് പ്രൊപ്പഗേഷൻ ചെയ്യാൻ പറ്റും കേട്ടോ. നമുക്ക് തണ്ടൊക്കെ നീണ്ട് വന്നിട്ടുണ്ടെങ്കിൽ, അതായത് നമ്മുടെ ചെടി നല്ല പൊക്കം വെക്കുമ്പോൾ അടിവശത്ത് ഇലകളില്ലാത്ത തണ്ടുണ്ടെങ്കിൽ നമുക്ക് വേരിൻ്റെ ഭാഗത്തുനിന്ന് മുകൾ ഭാഗത്ത് കട്ട് ചെയ്തിട്ട് ആ തണ്ട് നമുക്ക് ഓരോരോ നോഡ് വെച്ചിട്ട് കട്ട് ചെയ്തിട്ട് നോഡ് പ്രൊപ്പഗേഷൻ ചെയ്യാൻ പറ്റും കേട്ടോ. പിന്നെ നമുക്ക് മദർ പ്ലാന്റ് കട്ട് ചെയ്തിട്ട് നമുക്ക് വെച്ച് കൊടുത്താൽ 3 രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ, നമ്മുടെ അഗ്ലോണിമ പ്ലാന്റ്സിൻ്റെ പ്രൊപ്പഗേഷൻ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പം നമുക്ക് എല്ലാ കാര്യം കൊണ്ടും ഈസി ആയിട്ട് വളർത്താൻ പറ്റിയ പ്ലാന്റാണ് നമ്മുടെ അഗ്ലോണിമ പ്ലാന്റ്സ് അല്ലേ. എല്ലാം കൊണ്ട് നമുക്ക് എന്താണ് ഈസി ആയിട്ട് വളർത്താം. നമുക്ക് അധികം ഒരു മെയിൻ്റനൻസ്, അതായത് അധികം ഒരു പിന്നെ എന്താ പറയുക പരിചരണം ഒന്നും ഇല്ല. ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് നമ്മുടെ വീട്ടിലൊരു 10 എണ്ണമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്തായാലും ഈ കാര്യങ്ങളൊക്കെ എന്തായാലും ശ്രദ്ധിക്കും. ആ രീതിയിൽ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന പ്ലാന്റും കൂടിയാണ് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന പ്ലാന്റ്. പക്ഷേ ഒന്നൊക്കെ ചില സമയത്ത് എന്തെങ്കിലും ഒരു ശ്രദ്ധക്കുറവുകൊണ്ട് നമ്മളെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ഒട്ടും വിഷമിക്കേണ്ട. അത് നമുക്ക് എന്താ പറയുക, അത് നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതുപോലെ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് അതിന് ശരിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ. നമ്മളത് ഉണങ്ങിപ്പോയി എന്ന് വെച്ചാൽ നഷ്ടപ്പെട്ടെന്ന് ഒരിക്കലും വിചാരിക്കരുത്. നമുക്കതിൻ്റെ വേരൊക്കെ നന്നായിട്ട് സോപ്പിൻ്റെ വെള്ളത്തിലൊക്കെ കഴുകിയിട്ട് നമുക്ക് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ പ്ലാന്റ്സൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ കൊറിയറായിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ റേറ്റും കാര്യങ്ങളൊക്കെ വാട്സപ്പിലാണ്. അല്ലെങ്കിൽ ഇങ്ങനെ ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റില്ല. കാരണം എല്ലാവരും പറയുന്നുണ്ട് റേറ്റ് പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ഇട്ടോളൂ എന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ ഇന്നൊരു റേറ്റ് പറഞ്ഞിട്ട് വീഡിയോ ഇടും. അപ്പോൾ ആ വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിലൊക്കെ എടുക്കും. പിന്നീട് റേറ്റിന് അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിൽ അത് ചെറിയൊരു പ്രശ്നമാകും. അതുകൊണ്ട് മാത്രമാണ് നമ്മൾ റേറ്റ്, അതായത് പ്രൈസും കാര്യങ്ങളും പറയാത്തത്. ഡേറ്റ് നയിപ്പോയി പ്രൈസും കാര്യങ്ങളൊന്നും പറയാത്തത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ